ഹലോ ഓൾ. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അതിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് പൈപ്പ് ജോയിൻറ്റ്സ്. ഫസ്റ്റ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നതാണ് പൈപ്പ്സ് ആൻഡ് പൈപ്പ് ജോയിൻറ്റ്സ് എന്നായിരുന്നു. ഓക്കെ, പൈപ്പ്സ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ സ്മോൾ ലെങ്സിലാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. നമ്മൾ ടോട്ടൽ ഇപ്പോൾ ഇത്രയും ലെങ്തിലേക്ക് നമ്മൾ ഒറ്റ പൈപ്പ് തന്നെ ഇടണമെന്നില്ല. ചിലപ്പോൾ അതിനെ എന്താണ് ചെറിയ ചെറിയ ലെങ്ത് ഇത്രയുള്ള രണ്ട് പൈപ്പിനെ വെച്ചിട്ട് ഇതിനെന്ത് ചെയ്യും, ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പൈപ്പ്സ് ആർ മാനുഫാക്ചർഡ് ഇൻ സ്മോൾ ലെങ്സ്. അതിന് എത്രയാണ് സാധാരണ എടുക്കുന്ന ലെങ്ത് എന്ന് പറഞ്ഞാൽ 2 to 6 മീറ്ററാണ്. ഓക്കെ, പൈപ്പ്സ് സാധാരണ ഏത് ലെങ്തിലാണ് എടുക്കുന്നത്? 2 to 6 മീറ്ററിലാണ് പൈപ്പ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ഈ സ്മോൾ പൈപ്പ്സിനെ എല്ലാം ജോയിൻ ചെയ്തിട്ട് അതിനെ ഏത് പൊസിഷനിലാണോ നമുക്ക് വെക്കേണ്ടത് അതിൽ വെച്ച് നമ്മുടെ റിക്യൂർഡ് ലെങ്തിലേക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വരുത്തും. ഇനി നമുക്ക് വേരിയസ് പൈപ്പ് ജോയിൻറ്റ്സ് ഉണ്ട്. ഓക്കെ, അതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സ്പൈഗോട്ട് ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്ന് ബെൽ ആൻഡ് സ്പൈഗോട്ട് ജോയിൻ്റ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ബെൽ ആൻഡ് സ്പൈഗോട്ട് ജോയിൻ്റ്. ഓക്കെ, അപ്പം നമ്മുടെ പൈപ്പ് ജോയിൻറ്റ്സിൽ ഫസ്റ്റ് പറഞ്ഞത് സ്പൈഗോട്ട് ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണ്. അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ബെൽ ആൻഡ് സ്പൈഗോട്ട് ജോയിൻ്റ്. ഓക്കെ, ഇതെവിടെയാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്? ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പോയിന്റ്. എവിടെയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്? കാസ്റ്റ് ആൻഡ് പൈപ്പ് ജോയിൻറ്റ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്പൈഗോട്ട് ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ നമ്മളൊരു എൻലാർജ്ഡ് എൻഡും ഉണ്ടാവും, ഒരു നോർമൽ എൻഡും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പൈപ്പ് സാധാരണ പോകുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു എൻലാർജ്ഡ് എൻഡാന്ന് വയ്ക്കുക. ഈ എൻലാർജ്ഡ് എൻഡാണ് നമ്മുടെ സോക്കറ്റ് അല്ലെങ്കിൽ ബെൽ എൻഡ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? സോക്കറ്റ് ഓർ ബെൽ എൻഡ് എന്ന് വിളിക്കുന്നതാണ് ഈ എൻലാർജ്ഡ് എൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോർമൽ എൻഡ് എന്ന് പറയുന്നത് എന്താണ്? സ്പൈഗോട്ടാണ്. ഓക്കെ, നോർമൽ എൻഡാണ് നമ്മുടെ സ്പൈഗോട്ട് എൻഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിനകത്ത് കുറച്ച് ലെഡ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ലെഡ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ജോയിൻസ് അവിടെ ആയിട്ട് നമ്മൾ ലെഡ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ലെഡ് എന്തുമാത്രം ക്വാണ്ടിറ്റി വേണം എന്നത് പൈപ്പിൻ്റെ ഡയമീറ്ററിനെ ബേസ് ചെയ്തിരിക്കും. ഓക്കെ, ഇവിടെ ഓരോ ഡയമീറ്ററിനും ലെഡ് എന്ന് പറയുന്നത് ഇൻ കിലോഗ്രാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം പഠിക്കേണ്ട. ജസ്റ്റ് 75 mm ഡയമീറ്റർ ആണെങ്കിൽ 2 കിലോഗ്രാം ലെഡ് വേണം, അത് അറിഞ്ഞിരിക്കുക. ദെൻ 100 ആണെങ്കിൽ 2.7 കിലോഗ്രാം വേണമെന്ന് അറിഞ്ഞിരിക്കുക. വീണ്ടും കുറേ വാല്യൂസ് ഉണ്ട്, അതൊന്നും ഞാനിവിടെ കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ അടുത്ത് വരുന്ന പൈപ്പ് ജോയിൻ്റ് എന്ന് പറയുന്നത് എക്സ്പാൻഷൻ ജോയിൻ്റ് ആണ്. എക്സ്പാൻഷൻ ജോയിൻ്റ് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? അതായത് ദീസ് ജോയിൻ്റ് ഈസ് യൂസ്ഡ് ഇൻ പ്ലേസസ് വെയർ പൈപ്പ് കോൺട്രാക്ട്സ് ഡ്യൂ ടു ചേഞ്ചസ് ഇൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഓക്കെ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ അതായത് ഇങ്ങനെ ഒരു പൈപ്പ് പോകുമ്പോഴത്തേക്കും ഇവിടെയുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കത്തില്ല ഇവിടെ ഈ സെക്കൻഡ് സെക്ഷനിൽ വരുന്നത്, അല്ലേ? അപ്പോൾ ഇങ്ങനെ ചേഞ്ചസ് ഇൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉള്ള സ്ഥലങ്ങളിൽ എന്താണ് പൈപ്പ് എന്തെയും കോൺട്രാക്ട് ചെയ്യും. ഓക്കെ, പൈപ്പ് കോൺട്രാക്ട് ചെയ്തിട്ട് ദീസ് പൈപ്പ് ജോയിൻറ്റ്സ് അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ എക്സ്പാൻഷൻ ജോയിൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ജോയിൻറ്റിൽ സോക്കറ്റ് എൻഡ് എന്ന് പറയുന്നത് ഫ്ലാഞ്ച്ഡ് ആണ്. ഓക്കെ, സോക്കറ്റ് എൻഡ് ഈസ് ഫ്ലാഞ്ച്ഡ് വിത്ത് എ കാസ്റ്റ് അയൺ ഫോളോവർ റിങ്. ഓക്കെ, ഒരു കാസ്റ്റ് അയൺ ഫോളോവർ റിങ് ഉണ്ട്. അതെന്ന് പറയുന്നത് ഈ സ്പൈഗോട്ട് എൻഡിൻ്റെ ഇടയിലായിട്ട് എന്തെങ്കിലും ഫ്രീലി സ്ലൈഡ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ സ്പൈഗോട്ട് എൻഡ് അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പ്ലെയിൻ എൻഡ് ഓഫ് ദ അതർ പൈപ്പ്സ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി ആൻ ഇലാസ്റ്റിക് റബ്ബർ ഗാസ്കറ്റ് ഈസ് ടൈറ്റ്ലി പ്രസ്ഡ് ബിറ്റ്വീൻ ദ ആനുലാർ സ്പേസ് ഓഫ് ദ സോക്കറ്റ് ആൻഡ് സ്പൈഗോട്ട് ബൈ മീൻസ് ഓഫ് എ ബോൾട്ട്. ഇനി സോക്കറ്റ് എൻഡ് എന്ന് പറയുന്നത് കാസ്റ്റ് ഫ്ലാൻച്ചറാണ്, സ്പൈഗോട്ട് എൻഡ് എന്ന് പറയുന്നത് പ്ലെയിൻ ആണ്. ഓക്കെ, അത്രേ ഉള്ളൂ എക്സ്പാൻഷൻ. എക്സ്പാൻഷൻ നടക്കുമ്പോൾ ഇവിടെ നടക്കുന്നത് സോക്കറ്റ് എൻഡ് എന്ന് പറയുന്നത് മൂവ്സ് ഫോർവേഡ്, ഗ്യാപ്പ് ക്ലോസ് ചെയ്യും. ഓക്കെ, അപ്പോൾ എക്സ്പാൻഷൻ നടക്കുമ്പോൾ എന്തെങ്കിലും സോക്കറ്റ് എന്താണ് എന്ത് ചെയ്യുന്നത് അവിടെ മൂവ് ചെയ്യുന്നത്, അങ്ങനെ എന്ത് ചെയ്യും അവിടുത്തെ ഗ്യാപ്പ് ക്ലോസ് ആവും. കോൺട്രാക്ഷൻ സമയത്താണെങ്കിൽ സോക്കറ്റ് എൻഡ് എന്ന് പറയുന്നത് എന്താ ചെയ്യും, ഈ ഗ്യാപ്പിൽ നിന്നും പുറത്തേക്ക് മൂവ് ചെയ്യും. സോ അവിടെ എന്ത് ചെയ്യും, ഒരു ഗ്യാപ്പ് ഫോം ചെയ്യും. അടുത്ത് വരുന്ന ജോയിൻ്റ് എന്ന് പറയുന്നത് ഫ്ലാഞ്ച്ഡ് ജോയിൻ്റ് ആണ്. ഓക്കെ, റിജിഡ് ആൻഡ് സ്ട്രോങ് ജോയിൻ്റ് എന്നും ഇതിനെ വിളിക്കാറുണ്ട്. ഇത് കൂടുതൽ നമ്മൾ ടെമ്പററി പൈപ്പ് ലൈൻസിലാണ് ഫ്ലാഞ്ച്ഡ് ജോയിൻ്റ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇതിലെന്തുണ്ട് ഫ്ലാഞ്ച്ഡ് ജോയിൻ്റ് എന്ന് പറയാൻ കാരണം എന്താണ്? ഇറ്റ് ഹാസ് ഫ്ലാഞ്ചസ് ഉണ്ട് ഓൺ ബോത്ത് എൻഡ് വെൽഡർ ഓർ സ്ക്രൂഡ് വിത്ത് ദ പൈപ്പ്. ഓക്കെ, രണ്ട് എൻഡും ഒന്നുകിൽ വെൽഡ് ചെയ്തിരിക്കും അല്ലെങ്കിൽ പൈപ്പുമായിട്ട് സ്ക്രൂ ചെയ്തേക്കാം. ഇനി പ്ലേസിംഗ് ഓഫ് വാഷർ ഓർ ഗാസ്കറ്റ് ഓഫ് റബ്ബർ, ക്യാൻവാസ്, കോപ്പർ ഓർ ലെഡ് ബിറ്റ്വീൻ ദ 2 ends ഓഫ് ദ ഫ്ലാഞ്ചസ് ഈസ് വെരി നെസസറി ഫോർ സെക്യൂറിങ് എ പെർഫെക്റ്റ് വാട്ടർ ടൈപ്പ് ജോയിൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വാഷർ അല്ലെങ്കിൽ ഗാസ്കറ്റ് ഓഫ് റബ്ബർ അല്ലെങ്കിൽ ക്യാൻവാസ് അല്ലെങ്കിൽ കോപ്പർ അല്ലെങ്കിൽ ലെഡ് നമ്മൾ 2 ends ഓഫ് ഫ്ലാഞ്ചിനിടയിൽ നമ്മൾ പ്ലേസ് ചെയ്യും. എന്തിനാണ്? വാട്ടർ ടൈറ്റ് ജോയിൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഇത് നമുക്ക് എവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റില്ല അത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് ടു ബി എ വൈബ്രേഷൻ ഓർ ഡിഫ്ലക്ഷൻ ഓഫ് പൈപ്പ്സ്. ഓക്കെ, അപ്പോൾ എന്താണ് പൈപ്പ്സിൽ വൈബ്രേഷനും ഡിഫ്ലക്ഷനും ഒക്കെ ബിയർ ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങൾ നമുക്ക് ഏത് ജോയിൻറ്റ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല? ഫ്ലാഞ്ച്ഡ് ജോയിൻറ്റ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ദീസ് ജോയിൻറ്റ്സ് ആർ കോമൺലി യൂസ്ഡ് ഫോർ ജോയിനിങ് പമ്പിംഗ് സ്റ്റേഷൻസ്, ഫിൽറ്റർ പ്ലാന്റ്സ്, ഹൈഡ്രോളിക് ലബോറട്ടറി ബോയിലേഴ്സ് ആൻഡ് ഹൗസ് കണക്ഷൻസ്. അപ്പം ഇതെവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഫ്ലാഞ്ച്ഡ് ജോയിൻറ്റിൽ അറിഞ്ഞിരിക്കേണ്ട റിജിഡ് ആൻഡ് സ്ട്രോങ് ജോയിൻ്റ് ആണെന്നുള്ള ഈ ഒരു പോയിന്റ് അറിഞ്ഞിരിക്കാം. മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ ടെമ്പററി പൈപ്പ് ലൈൻസ്.
ദെൻ ഈ ലാസ്റ്റ് പോയിന്റ് എവിടെയാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്, എവിടെയാണ് പമ്പിങ് സ്റ്റേഷൻസിലും ഫിൽറ്റർ പ്ലാന്റ്സ്, ഹൈഡ്രോളിക് ലബോറട്ടറി ബോയിലേഴ്സ്, ഹൗസ് കണക്ഷൻസ്. അടുത്ത് വരുന്നത് സ്ക്രൂഡ് ജോയിൻ്റ് ആണ്. സ്ക്രൂഡ് ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇതെവിടെയാണ് സ്മോൾ ഡയമീറ്റർ കാസ്റ്റ് ആൻഡ് റോട്ട് അയൺ ആൻഡ് ഗാൽവനൈസ്ഡ് അയൺ പൈപ്സിനെ കണക്ട് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, സ്ക്രൂഡ് ജോയിൻ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഇനി ഈ പൈപ്പിൻ്റെ എൻഡിലായിട്ട് എന്തെങ്കിലും ത്രെഡ്സ് ഉണ്ട്, ഓക്കെ, ഓൺ ഔട്ട് സൈഡ്, വൈ സോക്കറ്റ് ഓർ കപ്ലിംഗ് ഹാസ് ത്രെഡ്സ് ഓൺ ദ ഇന്നർ സൈഡ്. ഇനി ദ സെയിം സോക്കറ്റ് ഈസ് സ്ക്രൂഡ് ഓൺ ബോത്ത് എൻഡ് ഓഫ് ദ പൈപ്പ് ടു ജോയിൻ ദം ഫോർ മേക്കിംഗ് വാട്ടർ ടൈറ്റ് ജോയിൻറ്റ്. സിങ്ക് പെയിൻറ്റ് ഓർ ഹെംപ് yarn ഷുഡ് ബി പ്ലേസ്ഡ് ഇൻ ദ ത്രെഡ്സ് ഓഫ് ദ പൈപ്പ് ബിഫോർ സ്ക്രൂയിങ് ദ സോക്കറ്റ് ഓവർ ഇറ്റ്. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഈ ഫസ്റ്റ് പോയിന്റ് മാത്രം പഠിച്ചാലും മതി, ഒട്ടും പഠിക്കാൻ സമയമില്ലാത്തവർ. അടുത്ത് വരുന്ന കോളാർ ജോയിൻ്റ് ആണ്. ഇത് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്, ബിഗ് ഡയമീറ്റർ കോൺക്രീറ്റ് അല്ലെങ്കിൽ ആസ്ബസ്റ്റോസ് സിമെൻറ്റ് പൈപ്പിനെയൊക്കെ കണക്ട് ചെയ്യാനാണ് കോളാർ ജോയിൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ഇനി നമ്മളിവിടെ എന്ത് ചെയ്യും, പൈപ്സ് ആൻഡ് കോളർ ആർ ഫിൽഡ് വിത്ത് സിമെൻറ്റ് മോട്ടർ. സിമെൻറ്റ് മോട്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത് 1:1. അപ്പോൾ ഈ 2 പോയിൻറ്റ്സും പഠിച്ചാൽ മതി ഇവിടെ. ഇനി എ സി പൈപ്പ് ജോയിൻസ് ഉണ്ട്. എ സി പൈപ്പ് ജോയിൻസ് എന്ന് പറഞ്ഞാൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഫോർ ജോയിൻ സ്മോൾ ഡയ എ സി പൈപ്സിനെയാണ് നമ്മൾ എന്ത് എ സി പൈപ്പ് ജോയിൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദ 2 ends ഓഫ് ദ പൈപ്പ് എന്ന് പറയുന്നത് ബട്ടഡ് അഗെയിൻസ്റ്റ് ഈച്ച് അതർ, ദെൻ ദ 2 റബ്ബർ റിംഗ് വിൽ ബി സ്ലിപ്ഡ് ഓവർ ദ പൈപ്സ് ആൻഡ് കപ്ലിംഗ് വിൽ ബി പുഷ്ഡ് ഓവർ ദ റിംഗ്സ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട എന്താണ്, ഫോർ ജോയിൻ സ്മോൾ ഡയ പൈപ്സ്. ഓക്കെ, ദെൻ ഫ്ലെക്സിബിൾ ജോയിൻ്റ് ഉണ്ട്. ഈ ഫ്ലെക്സിബിൾ ജോയിൻ്റ് വിളിക്കുന്ന മറ്റൊരു പേര് അറിഞ്ഞാൽ ബോൾ ആൻഡ് സോക്കറ്റ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ജോയിൻ്റ്. യൂണിവേഴ്സൽ ജോയിൻ്റ് എന്ന് അറിയപ്പെടുന്നത് ഏതാണ്, ഫ്ലെക്സിബിൾ ജോയിൻ്റ് ആണ്. ഇനി ദിസ് ജോയിൻ്റ് ഈസ് യൂസ് ഇൻ സച്ച് എ പ്ലേസ് വെയർ സെറ്റിൽമെൻറ്റ് ഈസ് ലൈക്ലി ടു ഒക്കർ ആഫ്റ്റർ ദ ലേയിങ് ഓഫ് ദ പൈപ്പ്. ഓക്കെ, പൈപ്പ് ലേ ചെയ്തതിന് ശേഷം സെറ്റിൽമെൻറ്റ് എവിടെയാണ് നടക്കുന്നത്, അവിടെയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ദെൻ യൂസ്ഡ് ഫോർ ലേയിങ് പൈപ്സ് ഓൺ കേർവ്സ്. കേർവ്സിൽ എന്താണ് നമുക്ക്, അതായത് ഇങ്ങനെ വരുന്ന ഒരു കേർവിൽ എനിക്ക് എന്താണ് പൈപ്പ് പോകണം അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഏത് ജോയിൻറ്റ് യൂസ് ചെയ്യുന്നത്, ഫ്ലെക്സിബിൾ ജോയിൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പൈപ്സ് ലെയ്ഡ് അറ്റ് ആൻ ആംഗിൾ. അപ്പോൾ ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ ഈ പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദെൻ സോൾവൻറ്റ് സിമെൻറ്റ് ജോയിൻ്റ് ഉണ്ട്. അതായത് ലാർജ് ഡയമീറ്റർ ഉള്ള അല്ലെങ്കിൽ ഹൈ ക്ലാസ് പൈപ്പിനെയൊക്കെ ജോയിൻ ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, സോൾവൻറ്റ് സിമെൻറ്റ് ജോയിൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ വർക്കിംഗ് പ്രഷർ എന്ന് പറയുന്നത് എബോവ് 6 kg/cm². ആണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് സോഴ്സസ് ഓഫ് വാട്ടർ ആണ്. ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് അറിയാം പ്രധാനമായിട്ടും 2 ടൈപ്പാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് സർഫസ് സോഴ്സും ഉണ്ട്, ആൻഡ് അതർ വൺ ഈസ് സബ് സർഫസ് സോഴ്സസ് ഓഫ് വാട്ടറും ഉണ്ട്. ഓക്കെ, നമുക്കിതിൽ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഈ സർഫസ് സോഴ്സിനകത്ത് ഏതൊക്കെ എക്സാമ്പിൾസ് ആണ് വരുന്നത്, സബ് സർഫസിനകത്ത് ഏതൊക്കെ എക്സാമ്പിൾസ് ആണ് വരുന്നത്. സർഫസ് സോഴ്സിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്, ഡാം, റിവർ, സ്ട്രീം, സീ, ലേക്ക്, സ്റ്റോറേജ്, ഡിസർവോയർ. ഓക്കെ, എല്ലാം എന്താണ് സർഫസ് സോഴ്സിനകത്തുള്ള എക്സാമ്പിൾസ് ആണ്. സബ് സർഫസ് സോഴ്സിനകത്ത് വരുന്ന വെൽ, സ്പ്രിംഗ്, ട്യൂബ് വെൽ, ഇൻഫിൽട്രേഷൻ വെൽ. ഓക്കെ, ഇതിനെപ്പറ്റി കുറച്ച് പോയിന്റ്സ് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ് സ്പ്രിങ്സ് എന്നുള്ളത്. ഓക്കെ, അതായത് സ്പ്രിങ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ നാച്ചുറൽ അപ്പിയറൻസ് ഓഫ് ദ ഗ്രൗണ്ട് വാട്ടർ അറ്റ് ദ സർഫസ്. എന്താണ് നാച്ചുറൽ അപ്പിയറൻസ് ഓഫ് ദ ഗ്രൗണ്ട് വാട്ടർ അറ്റ് ദ സർഫസ്. സർഫസിൽ നമ്മുടെ ഗ്രൗണ്ട് സർഫസിൽ എന്ത് ചെയ്യും, ഈ ഗ്രൗണ്ട് വാട്ടർ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ അപ്പിയറൻസ് അത് പുറത്ത് വരുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ സ്പ്രിങ്സ് എന്ന് പറഞ്ഞാൽ. ഇത് നമ്മൾ കൂടുതലായിട്ട് ഹില്ലി ഏരിയാസിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ സ്പ്രിങ്സിന് വീണ്ടും ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഗ്രാവിറ്റി സ്പ്രിംഗ് ഉണ്ട്, സർഫസ് സ്പ്രിംഗ് ഉണ്ട്. സർഫസ് സ്പ്രിംഗ് എന്തിനാണ്, ടു സ്റ്റോർ വാട്ടർ. പിന്നെ ആർട്ടിഷ്യൻ സ്പ്രിംഗ് അല്ലെങ്കിൽ ആർട്ടിഷ്യൻ വെല്ല് ഈ സ്പ്രിങ്സിനകത്താണ് വരുന്നത്. ഓക്കെ, അതായത് ആർട്ടിഷ്യൻ സ്പ്രിംഗ് അല്ലെങ്കിൽ വെല്ലെന്ന് പറഞ്ഞാൽ വെൻ വെൽ ഈസ് ഡിഗ് ടു ഇംപെർമിയബിൾ മെംബ്രെയിൻ വാട്ടർ കംസ് ഔട്ട് വിത്ത് പ്രഷർ ഫ്രം എ കൺഫൈൻഡ് അക്യുഫർ. അതായത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു കൺഫൈൻഡ് ഇതെന്ന് പറഞ്ഞൊരു കൺഫൈൻഡ് അക്യുഫറാന്ന് വയ്ക്കുക. ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്തു, ഒരു വെല്ല എന്താണ് ഡിഗ് ചെയ്യുവാണ്. ഓക്കെ, ഇംപെർമിയബിൾ മെംബ്രെയിനിലേക്ക്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, ഭയങ്കര ഹൈ പ്രഷറിലായിരിക്കും എന്ത് ചെയ്യുന്ന ആർട്ടിഷ്യൻ സ്പ്രിംഗ് അല്ലെങ്കിൽ വെല്ല് വഴി പുറത്തേക്ക് വാട്ടർ വരണം. ദെൻ അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ വെൽസിൻ്റെ ഡയമീറ്റർ അറിഞ്ഞിരിക്കുന്നത് 2 to 9 മീറ്റർ ആണ്. ഇതിൽ നിന്നുള്ള ഈൽഡ് എന്ന് പറഞ്ഞാൽ 2 to 6 liters/second അല്ലെങ്കിൽ 21.6 m³/h. അതാണ് അവിടുത്തെ ഈൽഡ് എന്ന് പറഞ്ഞാൽ. ബേസ്ഡ് ഓൺ ഡെപ്ത് നമുക്ക് ഷാലോ വെല്ലുണ്ട്, അതുപോലെ തന്നെ ഡീപ്പ് വെല്ലും ഉണ്ട്. ഓക്കെ, അതായത് ഡീപ്പ് വെല്ലെന്ന് പറഞ്ഞാൽ എന്തുവാണ്, ഇത് എന്തിൻ്റെ ബേസിസിലാണ്, ഷാലോ വെല്ലെന്ന് പറഞ്ഞാൽ ഡീപ്പ് വെൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്രോസസ് 1 or more ഇംപെർമിയബിൾ മെംബ്രെയിൻ. ഓക്കെ, ഇവിടെ എന്താണ് ഇംപെർമിയബിൾ മെംബ്രെയിൻ ഉണ്ട്, ഇതിനെല്ലാം ക്രോസ് ചെയ്ത് വരുന്നതാണെന്ന് പറയുന്നത് ഡീപ്പ് വെൽ എന്ന് പറയുന്നത്. ഷാലോ വെൽ എന്ന് പറഞ്ഞാൽ ഒരു ഇംപെർമിയബിൾ മെംബ്രെയിനെയും ക്രോസ് ചെയ്യുന്നില്ല. ദർ ഈസ് എ ചാൻസ് ഫോർ മോർ ഡെപ്ത് ഫോർ ഷാലോ വെൽ ദാൻ ഡീപ്പ് വെൽ. ഓക്കെ, അപ്പോൾ ഈ ഇംപെർമിയബിൾ മെംബ്രെയിനെ ക്രോസ് ചെയ്യുന്നത് വെച്ചിട്ടാണ് ഇവിടെ ഷാലോയും ഡീപ്പും പറയുന്നത്. സോ എന്താണ് നമ്മുടെ ഷാലോ വെൽ എന്ന് പറയുന്നത് ചിലപ്പോൾ ഡീപ്പ് വെല്ലിനേക്കാളും
എന്താണ് ഡെപ്ത് കൂടുതലുള്ളത്. ആവറേജ് ഡെപ്ത് ഓഫ് എ വെൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 17 മീറ്റർ ആണ്. ദെൻ അടുത്തതെന്ന് പറഞ്ഞാൽ ട്യൂബ് വെല്ലാണ്. ട്യൂബ് വെൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡയമീറ്റർ വന്ന് 15 സെൻറ്റിമീറ്റർ ടു 45 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ ഡയമീറ്റർ സാധാരണ വരുന്നത്. അതിൽ നിന്നുള്ള ഈൾ എന്ന് പറഞ്ഞാൽ 45 ലിറ്റേഴ്സ് പെർ സെക്കൻഡ് ആണ്. ഇനി ഇതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് 70 മീറ്ററിനേക്കാളും കുറവാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഷാലോ ട്യൂബ് വെൽ, അല്ലാന്നുണ്ടെങ്കിൽ അത് നമ്മളതിനെ ഡീപ്പ് ട്യൂബ് വെൽ എന്ന് വിളിക്കാം. ഇനി നമ്മുടെ ആ ഒരു ട്യൂബ് വെല്ലിൽ നിന്ന് എങ്ങനെയാണ് വാട്ടർ ഡ്രോ ചെയ്യുന്നതെന്നുള്ള മെക്കാനിസത്തിനെ ബേസ് ചെയ്ത് നമുക്ക് 2 ടൈപ്പ് ട്യൂബ് വെല്ലാണുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ ക്യാവിറ്റി ടൈപ്പും ആൻഡ് അതർ വൺ ഈസ് സ്ട്രെയിനർ ടൈപ്പ്. ക്യാവിറ്റി ടൈപ്പ് ട്യൂബ് വെൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എൻഡിലായിട്ട് എന്ത് ചെയ്യും, ഒരു ഹോൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ക്യാവിറ്റി കൊടുത്തിട്ടുണ്ട്. സ്ട്രെയിനർ ടൈപ്പ് ആണെങ്കിൽ എന്താണ്, സ്ട്രെയിനർ എന്ന് പറയുന്നത് ഒരു അറ്റ് എ സെർട്ടൺ ഡെപ്ത് നമ്മൾ എന്ത് ചെയ്യും, സ്ട്രെയിനേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഇനി ഇത് നമ്മൾ കോമൺലി യൂസ്ഡ് ട്യൂബ് വെൽ ഇൻ ഇന്ത്യ എന്ന് പറയുന്നതാണ് സ്ട്രെയിനർ ടൈപ്പാണ്. ദെൻ അടുത്ത് വരുന്നത് ഇൻഫിൽട്രേഷൻ ഗാലറിയാണ്. ആൻഡ് ഇൻഫിൽട്രേഷൻ ഗാലറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്, ഇതെന്ന് പറയുന്നത് ഒരു ഹൊറിസോണ്ടൽ വെല്ലാണ്. ഇത് ഓർത്തു വയ്ക്കണം. ഓക്കെ, ഇൻഫിൽട്രേഷൻ ഗാലറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് ആൻ ഹൊറിസോണ്ടൽ വെൽ. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്, ഒരു ഹൊറിസോണ്ടൽ ടണലാണ്. യൂഷ്വലി റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആയിരിക്കും, ഹാവിങ് പെർമേബിൾ ബൗണ്ടറി സോ ദാറ്റ് വാട്ടർ ക്യാൻ ഇൻഫിൽട്രേറ്റ്, ഈ ഗ്രൗണ്ട് വാട്ടർ ക്യാൻ ഇൻഫിൽട്രേറ്റ് ഇൻ ടു ഇറ്റ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ഹൊറിസോണ്ടൽ വെല്ലാണ്. അപ്പോൾ ഇവിടെ ആയിട്ട് എന്തുണ്ട്, കുറേ പെർമിബിൾ ബൗണ്ടറി ആണ്. സോ ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത് ഇതിലേക്ക് എന്ത് ചെയ്യും, ഇൻഫിൽട്രേറ്റ് ചെയ്യും. യൂഷ്വലി ലൊക്കേറ്റഡ് നിയർ എ വാട്ടർ ബോഡി. ഒരു വാട്ടർ ബോഡിയുടെ അടുത്തായിട്ടായിരിക്കും സാധാരണ ഇൻഫിൽട്രേഷൻ ഗാലറി നമ്മൾ ലൊക്കേറ്റ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്താണ്, ഹൊറിസോണ്ടൽ വെല്ലാണ്. ഇൻഫിൽട്രേഷൻ വെല്ലുണ്ട്. അപ്പോൾ ഇൻഫിൽട്രേഷൻ ഗാലറി ഉണ്ട്, ഇൻഫിൽട്രേഷൻ വെല്ലുണ്ട്. ഇൻഫിൽട്രേഷൻ ഗാലറി എന്ന് പറയുന്നത് നമ്മൾ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഇൻഫിൽട്രേഷൻ വെല്ല് കിട്ടും. ഓക്കെ, അതായത് ഹൊറിസോണ്ടൽ വെല്ലല്ലേ ഇൻഫിൽട്രേഷൻ ഗാലറി. അപ്പം നമ്മുടെ ഇൻഫിൽട്രേഷൻ വെല്ലെന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ഈ ഇൻഫിൽട്രേഷൻ ഗാലറി റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ സാധാരണ ഇത് റിവർ ബാങ്കിൻ്റെ ഒക്കെ അടുത്താണ് എന്ത് ചെയ്യുന്നത്, ഈ ഇൻഫിൽട്രേഷൻ വെല്ല് നമ്മൾ സാധാരണ പണിയുന്നത്. ഇത് നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വെല്ലെന്ന് പറഞ്ഞാൽ ജാക്ക് വെല്ലാണ്. ദ വാട്ടർ ഫ്രം ദ ഇൻഫിൽട്രേഷൻ വെൽ ഈസ് പമ്പ്ഡ് ടു എ കോമൺ വെല്ല്. ഓക്കെ, അപ്പോൾ ഒരു കോമൺ വെല്ലെന്ന് പറഞ്ഞതാണ് നമ്മുടെ ജാക്ക് വെല്ല്. അതായത് നമ്മുടെ ഇപ്പോൾ ഇതാണ് നമ്മുടെ റിവർ എങ്കിൽ ഈ റിവറിൻ്റെ അടുത്തായിട്ടെല്ലാം എന്ത് ചെയ്യും, ഞാൻ കുറേ ഇൻഫിൽട്രേഷൻ വെൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. എന്നിട്ട് ഇവിടെ നിന്നും ഇതെല്ലാം കൂടി ഒരു കോമൺ ആയിട്ടുള്ള ഒരു വെല്ലിലേക്ക് എന്ത് ചെയ്യും, വാട്ടർ ഇത് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താണ്, ആദ്യം നമുക്ക് ഓൾറെഡി കുറേ വെൽസ് ഉണ്ട് അല്ലേ, എന്താണ് ഇൻഫിൽട്രേഷൻ വെൽസ് നമ്മളിവിടെ ഈ റിവറിൻ്റെ അടുത്തായിട്ട് തന്നെ ഞാൻ എന്ത് ചെയ്യും, കൺസ്ട്രക്ട് ചെയ്യും. എന്നിട്ട് ഇവിടെ നിന്നെല്ലാം വാട്ടർ എന്ത് ചെയ്യും, ഒരു കോമൺ വെല്ലിലേക്ക് പമ്പ് ചെയ്യും. ആ കോമൺ വെല്ലിനെ വിളിക്കുന്ന പേരാണ് ജാക്ക് വെൽ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വാട്ടർ ഫ്രം ദ ഇൻഫിൽട്രേഷൻ വെൽ എന്ന് പറയുന്നത് ഈസ് പമ്പ്ഡ് ടു എ കോമൺ വെൽ. അതിനാണ് എന്ത് വിളിക്കുന്നത്, ജാക്ക് വെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്തിനാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഓക്കെ, ജാക്ക് വെൽ എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഇൻഫിൽട്രേഷൻ ഗാലറി, അതായത് ഇൻഫിൽട്രേഷൻ ഗാലറി എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ വെല്ലാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഈൽഡ് കൂട്ടാൻ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇൻഫിൽട്രേഷൻ ഗാലറിയുടെ ലെങ്ത് കൂട്ടിയാൽ മതി. എന്നാൽ ഒരു ഇൻഫിൽട്രേഷൻ വെല്ലിൽ നിന്നുള്ള ഈൽഡ് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, ഈ നമ്പർ ഓഫ് ഇൻഫിൽട്രേഷൻ വെൽസ് എന്ത് ചെയ്യണം, നമ്മളുടെ എണ്ണം കൂട്ടണം. ഇനി അടുത്ത നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇൻടേക്ക് ആണ്. ഇൻടേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ദീസ് ആർ സ്ട്രക്ചേഴ്സ് യൂസ്ഡ് ടു വിഡ്രോ വാട്ടർ ഈസ് കോൾഡ് ഇൻടേക്ക്. ഓക്കെ, വാട്ടർ വിഡ്രോ ചെയ്യാനുള്ള ഒരു സ്ട്രക്ചറാണെന്ന് പറഞ്ഞാൽ ഇൻടേക്ക് എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറയുന്നത് ഒരു പെർമനൻറ്റ് സ്ട്രക്ചറാണ്. ഓക്കെ, നമ്മളിത് എവിടെയാണ്, നമ്മുടെ വാട്ടർ സോഴ്സസിന് അടുത്തായിട്ടായിരിക്കും നമ്മളിതിനെ പ്ലേസ് ചെയ്യുന്നത് ടു വിഡ്രോ വാട്ടർ. നമ്മുടെ ഇൻടേക്ക് നമ്മൾ ലൊക്കേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ എന്തൊക്കെ നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമതെന്ന് പറയുന്നത്, അതായത് നമ്മളൊരു ഇൻടേക്ക് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ആ റിവറിൻ്റെ, ഇപ്പോൾ ഏതെങ്കിലും റിവർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാട്ടർ സോഴ്സിൻ്റെ അടുത്തായിരിക്കുമല്ലോ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ അതിൻ്റെ ഡ്രൈയസ്റ്റ് പീരീഡ് ഓഫ് ടൈമിലും നമുക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യണം, വാട്ടർ കളക്ട് ചെയ്യാൻ പറ്റണം. അങ്ങനെയുള്ള സ്ഥലത്തിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇൻടേക്ക് വെക്കേണ്ടത്. അതുപോലെ തന്നെ ഒരു നാവിഗേഷണൽ ചാനലിൻ്റെ അടുത്തൊന്നും എന്ത് ചെയ്യാൻ വെക്കാൻ പാടില്ല, ഇൻടേക്ക് പ്ലേസ് ചെയ്യാനായിട്ട് പാടില്ല. ഒരു റിവറിൻ്റെ പ്യൂർ സോണിൽ തന്നെ ആയിരിക്കണം ലൊക്കേറ്റ് ചെയ്യേണ്ടത് ഇൻടേക്കിന്. ആസ് ഫാർ ആസ് പോസിബിൾ ഇൻടേക്ക് ഷുഡ് നിയർ ടു ദ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ടു റെഡ്യൂസ് കോസ്റ്റ് ഓഫ് കൺവെയൻസ്. കോസ്റ്റ് ഓഫ് കൺവെയൻസ് കുറയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇൻടേക്കിന് എന്താണ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെ അടുത്ത് തന്നെ സ്ഥാപിക്കാൻ ശ്രമിക്കുക. ഇറ്റ് ഷുഡ് ബി ലൊക്കേറ്റഡ് അപ്സ്ട്രീം സൈഡ് ഓഫ് റിവർ. ഓക്കെ, ഒരു റിവർ ഇങ്ങനെ പോവുകയാണെങ്കിൽ അതിൻ്റെ അപ്സ്ട്രീം സൈഡിൽ തന്നെ എന്ത് ചെയ്യണം, ഇൻടേക്ക് പ്ലേസ് ചെയ്യണം. ഇനി അടുത്ത നമ്മൾ പഠിക്കേണ്ടത് പൈപ്സ് യൂസ്ഡ് ഇൻ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്. ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ നമ്മൾ എന്തൊക്കെ പൈപ്സാണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ മെയിനായിട്ട് 3 ടൈപ്പ് പൈപ്പാണ് യൂസ് ചെയ്യുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ കാസ്റ്റ് ആൻഡ് പൈപ്പ്, ദെൻ RCC പൈപ്പ് ആൻഡ് സ്റ്റീൽ പൈപ്പ്.
അപ്പോൾ കാസ്റ്റ് അയൺ പൈപ്പിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിന് നമുക്ക് ജോയിൻ ചെയ്യാനൊക്കെ ഈസിയാണ്. ഓക്കെ, ഈസിയാണ്. പിന്നെ കാസ്റ്റ് അയൺ പൈപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് കൊറോഷൻ റെസിസ്റ്റൻറ്റ്. അതിൻ്റെ ലോങ് ലൈഫാണ്, അതായത് 100 years വരെ അതിന് ലൈഫുണ്ട്. നമുക്കിതിൻ്റെ കണക്ഷൻസൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്നായിട്ട് നമുക്ക് നടത്താനായിട്ട് പറ്റും. അതുപോലെ എക്സ്റ്റേണൽ കംപ്രസീവ് ലോഡ്, അതായത് നമ്മൾ ഈ കാസ്റ്റ് അയൺ പൈപ്പൊക്കെ നമ്മൾ ഗ്രൗണ്ടിന് താഴെയൊക്കെ ആയിരിക്കും കുടിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ചിലപ്പോൾ നമ്മൾ എന്താണ് ഈ ഒരു പൈപ്പിൻ്റെ മുകളിലായിട്ട് സോയിൽ ഉണ്ടാവും. അതിൻ്റെ മുകളിൽ ചിലപ്പോൾ നമ്മൾ വല്ല റോഡും പണിയും. അപ്പോൾ ഇതൊക്കെ കാരണമുള്ള കംപ്രസീവ് ലോഡ്, എക്സ്റ്റേണൽ കംപ്രസീവ് ലോഡൊക്കെ ഇതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ വാട്ടർ ക്യാരിങ് കപ്പാസിറ്റി, ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്നുള്ളത് ഇതിൻ്റെ വാട്ടർ ക്യാരിങ് കപ്പാസിറ്റി ഇത് ഡിക്രീസസ് വിത്ത് ടൈം. അതായത് ഇവിടെ എന്തോ സംഭവിക്കും, ഇൻക്രസ്റ്റേഷനോ ട്യൂബർക്കുലേഷനൊക്കെ സംഭവിക്കും. അതായത് എന്തെങ്കിലുമൊക്കെ ഡെപ്പോസിഷൻ സംഭവിച്ചിട്ട് ഇതിൻ്റെ വാട്ടർ ക്യാരിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ കുറയും. ഓക്കെ, അതിൽ ഇൻക്രസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ആൽക്കലൈൻ വാട്ടർ കാരണം ഉണ്ടാകുന്ന കപ്പാസിറ്റി കുറയുന്നതിനാണ് ഇൻക്രസ്റ്റേഷൻ എന്ന് പറയുന്നത്. ട്യൂബർക്കുലേഷൻ അസിഡിക് വാട്ടർ കാരണമായിരിക്കും അവിടെ എന്തെങ്കിലും ഒരു ഡെപ്പോസിഷൻ നടന്ന് അതിൻ്റെ കപ്പാസിറ്റി കുറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു വേറൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് കനോട്ട് വിത്ത്സ്റ്റാൻഡ് ഇൻറ്റേർണൽ പ്രഷർ മോർ ദാൻ 700 kN/m². അതായത് വാട്ടർ ഇതിൽ കൂടി പോകുന്നു. അപ്പോൾ ഈ വാട്ടർ പോകുന്ന സമയത്ത് ഇതിൻ്റെ സർഫസിലേക്ക് എന്ത് ചെയ്യും, ഒരു ഇൻറ്റേർണൽ പ്രഷർ അപ്ലൈ ചെയ്യും അല്ലേ. ഇതെന്ന് പറയുന്നത് 700 kN/m² കൂടുതലായി കഴിഞ്ഞാൽ അതിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് ഹെവിയർ, മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ട്രാൻസ്പോർട്ട്. അപ്പോൾ ഈ കാസ്റ്റ് അയൺ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഹെവിയർ ആണ്, അതിന് ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ ഭയങ്കര പാടാണ്. അപ്പോൾ അടുത്ത് വരുന്ന RCC പൈപ്പാണ്. RCC പൈപ്പ് എന്ന് പറഞ്ഞാൽ ഇതിനും എന്ത് ചെയ്യാൻ പറ്റും, എക്സ്റ്റേണൽ കംപ്രസീവ് ഫോഴ്സിനെയൊക്കെ നമുക്ക് എന്ത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാം. ഇതിൻ്റെ ലോങ് ലൈഫാണ്, അതായത് 75 years വരെയാണ് ഇതിൻ്റെ ലൈഫ് വരുന്നത്. കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ഇതിനും എന്ത് ചെയ്യാൻ പറ്റും, വെരി ഹൈ ആയിട്ടുള്ള ഇൻറ്റേർണൽ പ്രഷറൊന്നും ഇതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ദേ ആർ വെരി ഹെവി ആൻഡ് ബൾക്കി വിച്ച് മേക്ക് ഇറ്റ് വെരി ഡിഫിക്കൽട്ട് ടു ട്രാൻസ്ഫർ. ഇതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഒരു കാസ്റ്റ് അയൺ RCC പൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും കോൺക്രീറ്റ് ആണല്ലേ. അപ്പോൾ അതിൽ നിന്ന് എനിക്കിപ്പോൾ ഇങ്ങോട്ടേക്ക് ഒരു കണക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ പിന്നെ പൊട്ടിച്ച് അവിടെ ഒരു വാട്ടർ ടൈറ്റൊക്കെ ആക്കുമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ദെൻ അടുത്ത് വരുന്ന സ്റ്റീൽ പൈപ്പാണ്. സ്റ്റീൽ പൈപ്പ് എന്ന് പറഞ്ഞാൽ ഇതിന് വെരി ഹൈ ആയിട്ടുള്ള ഇൻറ്റേർണൽ പ്രഷറൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അതാണ് സ്റ്റീൽ പൈപ്പ് എന്ന് പറയുന്നത്. ലൈറ്റ് വെയിറ്റ് ആണ്, അതുപോലെ ഇതിനെ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ ഈസിയാണ്. വെരി കോസ്റ്റ്ലിയാണ്. പക്ഷേ സ്റ്റീൽ പൈപ്പിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി കോസ്റ്റ്ലി. അതുപോലെ തന്നെ ഇതിന് എക്സ്റ്റേണൽ കംപ്രസീവ് ലോഡിന് ഒക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് ഈ വാട്ടർ ഈ സ്റ്റീൽ പൈപ്പിൽ കൂടി പാസ് ചെയ്യുവാണ്. ഓക്കെ, ഇൻ കേസ് ഈ വാട്ടർ ഇവിടെ ഇല്ല, ഇവിടെ വാക്വം ആവുകയാണെങ്കിൽ, ഓക്കെ എന്താണ് വാക്വം ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ ഇവിടെ എന്ത് പറ്റും, ഈ ഒരു സ്റ്റീൽ പൈപ്പ് എന്ന് പറയുന്നത് ഡിസ്റ്റോർഷൻ സംഭവിക്കും. ഓക്കെ, സ്റ്റീൽ പൈപ്പ് എന്ന് പറയുന്നത് ഡിസ്റ്റോർട്ടഡ് ആവും. ഓക്കെ, ഈ ഡിസ്റ്റോർഷൻ സംഭവിക്കാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതായത് നമ്മുടെ ഈ സ്റ്റീൽ പൈപ്പിൻ്റെ അകത്തും പുറത്തും നമ്മൾ എന്ത് ചെയ്യണം, കോൺക്രീറ്റ് ലൈനിങ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിസ്റ്റോർഷൻ സംഭവിക്കാതെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് പ്രപ്പോസ് ചെയ്ത ഒരു സയൻറ്റിസ്റ്റാണ് ഹ്യൂം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഓഫ് വാട്ടർ. അപ്പോൾ ഇതിൽ നമ്മൾ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് വരെ മാത്രമേ നോക്കുന്നുള്ളൂ ഈ ഒരു വീഡിയോയിൽ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ നോക്കാം. ഓക്കെ, അപ്പോൾ ക്വാളിറ്റി ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ അതിൽ കുറച്ച് ടേംസ് തുടങ്ങാം. ആദ്യം എന്താണ് പ്യൂർ വാട്ടർ എന്ന് അറിയാം. പ്യൂർ വാട്ടർ എന്ന് എന്താണ്, അത് ഇറ്റ് ഈസ് എ കെമിക്കൽ കോമ്പൗണ്ട് H2O. അപ്പോൾ H2O എന്ന് പറയുന്ന കെമിക്കൽ കോമ്പൗണ്ടുള്ള വാട്ടറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്യൂർ വാട്ടർ എന്ന് പറയുന്നത്. പോർട്ടബിൾ വാട്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡ്രിങ്ക് ചെയ്യാൻ ഫിറ്റ് ആയിട്ടുള്ള വാട്ടറാണ് പോർട്ടബിൾ വാട്ടർ. പാലാറ്റബിൾ വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് എസ്തെറ്റിക്കലി ലുക്കിംഗ് ഗുഡ്, അതായത് നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല നല്ല വാട്ടറാണെന്ന് നമുക്ക് തോന്നുന്നതാണ് പാലാറ്റബിൾ വാട്ടർ. ഇനി ഹോൾസം വാട്ടർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് പ്യൂർ ആയിരിക്കണമെന്നില്ല, ബട്ട് ഇറ്റ് ഈസ് ഫിറ്റ് ഫോർ ഡ്രിങ്കിങ്. പൊല്യൂട്ടഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഇൻഓർഗാനിക് ഇമ്പ്യൂരിറ്റീസിൻ്റെ പ്രസൻസ് കാരണം ആ വാട്ടർ എന്താണ് അൺഫിറ്റ് ആയിട്ടുള്ള വാട്ടറാണ് പൊല്യൂട്ടഡ് വാട്ടർ. ദെൻ കണ്ടാമിനേറ്റഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ പാത്തോജനിക് ബാക്ടീരിയാസിൻ്റെ പ്രസൻസ് കാരണം അൺഫിറ്റ് ആയിട്ടുള്ള വാട്ടറാണ് എന്താണ് കണ്ടാമിനേറ്റഡ് വാട്ടർ എന്ന് പറയുന്നത്. ഇനി മിനറൽ വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള എല്ലാ മിനറൽസും ഒരു അതിൻ്റെ കറക്റ്റായിട്ടുള്ള പ്രൊപ്പോർഷനിൽ അടങ്ങിയിട്ടുള്ള വാട്ടറാണ് മിനറൽ വാട്ടർ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് ഫസ്റ്റ് വരുന്നത് ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചറിൻ്റെ പെർമിഷൻ ലിമിറ്റ് നമ്മുടെ വാട്ടറിലെ പെർമിഷൻ ലിമിറ്റ് 10 to 20 degree Celsius ആണ്. നമ്മൾ തെർമോമീറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത്. ഇനി കളറാണെങ്കിലോ നമ്മുടെ ട്രൂ കളറും ഉണ്ട്, അപ്പാരൻറ്റ് കളറും ഉണ്ട്. ട്രൂ കളർ എന്ന് പറഞ്ഞാൽ ഡിസോൾഡ് ഇമ്പ്യൂരിറ്റീസ് കാരണം ഉണ്ടാകുന്ന കളറാണ് ട്രൂ കളർ. അപ്പാരൻറ്റ് കളർ എന്ന് പറഞ്ഞാൽ സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് കാരണം ഉണ്ടാകുന്ന കളറാണ് അപ്പാരൻറ്റ് കളർ എന്ന് പറയുന്നത്. ഇനി ടിൻഡോമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ കളറ് മെഷർ ചെയ്യുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ടിൻഡോമീറ്റർ വെച്ചിട്ടാണ് കളർ മെഷർ ചെയ്യുന്നത്.
സ്റ്റാൻഡേർഡ് കളർ ഓഫ് വാട്ടർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? സ്റ്റാൻഡേർഡ് കളർ ഓഫ് വാട്ടർ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ മിക്സിങ്, അതായത് 1 milligram ക്ലോറോപ്ലാറ്റിനേറ്റും 1 distilled വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കിട്ടുന്നതാണ് സ്റ്റാൻഡേർഡ് കളർ. അതിനെ നമ്മൾ യൂണിറ്റ് പറഞ്ഞ 1 ട്രൂ കളർ യൂണിറ്റ് എന്ന് പറയും. പെർമിസിബിൾ ലിമിറ്റ് എന്ന് പറയുന്നത് 5 to 20 TCU. ഓക്കെ. ദെൻ ടർബിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആ ഒരു വാട്ടർ കൂടി ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവിനെയാണ് ടർബിഡിറ്റി എന്ന് പറയുന്നത്. ടർബിഡിറ്റി ഈസ് മെയിൻലി കോസ്ഡ് ബൈ കൊളോയിഡൽ ഇമ്പ്യൂരിറ്റീസ് ആണ്. സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസും ടർബിഡിറ്റി കോസ് ചെയ്യാം, ബട്ട് അതിന് മേജർ റോളൊന്നും ഇല്ല, മൈനർ റോളേ ഉള്ളൂ. നമ്മൾ ടർബിഡിറ്റി ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ടർബിഡി മീറ്റർ. ഇനി സ്റ്റാൻഡേർഡ് ടർബിഡിറ്റി എന്ന് പറഞ്ഞാൽ 1 milligram സിലിക്ക സാൻഡിനെ 1 liter ഡിസ്റ്റിൽഡ് വാട്ടറിൽ നമ്മൾ ഡിസോൾവ് ചെയ്താൽ കിട്ടുന്നതാണ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ് ടർബിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കണ്ടുപിടിച്ചത് ജാക്സൺ ആണ്. സോ ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1 ജാക്സൺ ടർബിഡി യൂണിറ്റ്. ഓക്കെ, ഇനി ജാക്സൺ ടർബിഡിറ്റി റോഡ്, ടർബിഡിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യമൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ജാക്സൺ ടർബിഡിറ്റി റോഡാണ്. ഇതെന്ന് പറയുന്ന ഒരു ഫീൽഡ് ഇൻസ്ട്രുമെൻ്റ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഫീൽഡ് ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഫോർ ടർബിഡിറ്റി ഏതാണ്? ജാക്സൺ ടർബിഡിറ്റി റോഡ്. ഇനി രണ്ടാമത് വരുന്നത് ജാക്സൺ ടർബിഡി മീറ്റർ ആണ്. ഇതെന്ന് പറയുന്നത് 25 JTUനേക്കാളും ടർബിഡിറ്റി ഉള്ള വാട്ടറിലാണെങ്കിലാണ് നമുക്ക് ജാക്സൺ ടർബിഡി മീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത് വരുന്ന ബെയിലീസ് ടർബിഡി മീറ്റർ ആണ്. ഇതെന്ന് പറഞ്ഞാൽ 5 JTUയിലേക്കാളും കുറവ് ടർബിഡിറ്റി ഉള്ളതിന് മാത്രമേ ബെയിലീസ് ടർബിഡി മീറ്റർ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. ഇനി ഹെലിജി മീറ്റർ ഉണ്ട്. അതൊന്ന് 10 to 50 JTU ആണ് നമ്മുടെ ടർബിഡിറ്റി എങ്കിലാണ് ഹെലിജി മീറ്റർ. ഇനി നമ്മുടെ നെഫ്ലോമീറ്റർ ആണ്, നമ്മളിപ്പോൾ സാധാരണ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് നെഫ്ലോമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ എല്ലാം പറഞ്ഞതിൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞതാണ് 1 milligram സിലിക്കായ 1 distilled വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കിട്ടുന്നതാണ് നമ്മുടെ ജാക്സൺ ടർബിഡിറ്റി യൂണിറ്റിൻ്റെ സ്റ്റാൻഡേർഡ് ടർബിഡിറ്റി എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ നെഫ്ലോമീറ്ററിൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 1 milligram ഫോർമാസിൻ പോളിമറിനെ 1 liter ഡിസ്റ്റോൾഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യിക്കുക, അപ്പോൾ കിട്ടുന്നതാണ് 1 NTU എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡിജിറ്റൽ ഇലക്ട്രോണിക് ഡിവൈസ് ആണ് ഒരു നെഫ്ലോമീറ്റർ എന്ന് പറയുന്നത്. ഇനി ടർബിഡിറ്റിയുടെ പെർമിസിബിൾ ലിമിറ്റ് വരുന്നത് 5 to 10 NTU. ഇനി അടുത്ത് വരുന്നത് ഓർഡർ എന്ന് പറഞ്ഞാൽ ഓർഡർ നമ്മൾ മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ് ഓസ്മോസ്കോപ്പാണ്. ഇതിൻ്റെ യൂണിറ്റ് വരുന്നത് ത്രെഷോൾഡ് ഓർഡർ നമ്പറാണ്. അതായത് ഇതിൽ 0 to 5 വരെ നമ്പറുണ്ട്. അതിൽ 0 എന്ന് പറഞ്ഞാൽ നോ പെർസെപ്റ്റബിൾ ഓർഡർ, അതിൽ ഓർഡറൊന്നും ഇല്ല. ഇനി ഹൈലി പെർസെപ്റ്റബിൾ ഓർഡർ ആണെങ്കിൽ എന്താണ്? ഹൈ ഓർഡർ ആണെങ്കിൽ 5 വരും. ഇനി ടേസ്റ്റിലാണെങ്കിലോ എക്സ്പ്രസ്ഡ് ബൈ ഫ്ലേവർ ത്രെഷോൾഡ് നമ്പർ. ഓക്കെ, നമ്മുടെ ഓർഡർ ആണെങ്കിൽ ത്രെഷോൾഡ് ഓർഡർ നമ്പർ ആയിരുന്നു. ടേസ്റ്റ് ആണെങ്കിൽ ഫ്ലേവർ ത്രെഷോൾഡ് നമ്പർ എന്നാണ് അതിൻ്റെ യൂണിറ്റ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. നമുക്ക് കെമിക്കൽ ക്യാരക്ടറിസ്റ്റും ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റും നോക്കാറുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നോക്കാം. താങ്ക് യു.